നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ഇടുക്കി ജില്ലയിൽ നടന്നുവരുന്ന വ്യാപാരോത്സവ് 2026 ഒന്നാം സമ്മാനമായ ഇന്നോവ ക്രിസ്റ്റ വാഹനത്തിന്റെ ഡിസ്പ്ലേ ലോഞ്ചിംഗ് നടന്നു. വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പിളിൽ ഉദ്ഘാടനം നിർവഹിച്ചു. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ മന്ത്രി KB ഗണേഷ് കുമാർ നടത്തിയ പരാമർശം ഖേദകരമാണെന്നും പരാമർശം പിൻവലിച്ച് അദ്ദേഹം മാപ്പ് പറയണമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കേരളത്തിന്റെ വികസനത്തിന് ഇന്നു മുതൽ പുതിയ ദിശാബോധമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളം രക്ഷപ്പെടണമെങ്കിൽ ഇടതു വലതു കൂട്ടുകക്ഷി ഭരണം അവസാനിപ്പിക്കണമെന്നും മോദി കുറ്റപ്പെടുത്തി. പുത്തരിക്കണ്ട മൈതാനത്തെ വേദിയിൽ കേരളത്തിനായി പുതിയതായി അനുവദിച്ച 3 അമൃത് ഭാരത് ട്രെയിനുകൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന സർക്കാർ തദ്ദേശ സ്വയംഭരണ വകുപ്പ് വഴി നടപ്പാക്കുന്ന പുസ്തക സമാഹരണ പദ്ധതിയായ അക്ഷരോന്നതിക്ക് തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്തിൽ തുടക്കമായി. നോവലിസ്റ്റും തിരക്കഥാകൃത്തുമായ മനു തൊടുവഴിയിൽ നിന്നും പുസ്തകങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് അൻഷാദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. മുതലക്കോടം സേക്രഡ് ഹാർട്സ് ഗേൾസ് ഹൈസ്കൂളിന്റെ വാർഷികവും അധ്യാപക രക്ഷകർത്തൃ ദിനവും ആഘോഷിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനം PG ജോസഫ് MLA നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. ഇടുക്കി ജില്ലയിൽ നടന്നുവരുന്ന വ്യാപാരോത്സവ് 2026 ഒന്നാം സമ്മാനമായ ഇന്നോവ ക്രിസ്റ്റ വാഹനത്തിന്റെ ഡിസ്പ്ലേ ലോഞ്ചിംഗ് മഹാറാണി വെഡിംഗ് കളക്ഷൻസിൽ വെച്ച് നടന്നു. വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പിളിൽ ഉദ്ഘാടനം നിർവഹിച്ചു. മഹാറാണി വെഡിംഗ് ഗ്രൂപ്പാണ് ഇന്നോവ ക്രിസ്റ്റ സ്പോൺസർ ചെയ്തിരിക്കുന്നത്. മഹാറാണി വെഡിംഗ് കളക്ഷന് വേണ്ടി VA റിയാസ്, മർച്ചന്റ്സ് അസോസിയേഷൻ യൂണിറ്റ് പ്രസിഡന്റ് രാജു തരണിയിൽ തുടങ്ങിയവർ പങ്കെടുത്തു. വ്യാപാര മേഖലയെ പിടിച്ചുലയ്ക്കുന്ന വ്യാപാരമാന്ദ്യം പരിഹാരം കണ്ടെത്തുന്നതിനായും കൂടുതൽ ആളുകളെ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് ആകർഷിക്കുന്നതിനും ജില്ലയിലെ വ്യാപാര സ്ഥാപനങ്ങൾക്ക് ഉണർവ് നൽകുന്നതിനും വേണ്ടിയാണ് ഇടുക്കി ജില്ലാ വ്യാപാരോത്സവം 2026 സംഘടിപ്പിക്കുന്നത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന വ്യാപാരോത്സവം മാർച്ച് 31 സമാപിക്കും. ഇതിനോടനുബന്ധിച്ച് എല്ലാ മാസവും നറുക്കെടുപ്പിലൂടെ ആകർഷകമായ സമ്മാനവും നൽകി വരുന്നു. വ്യാപാരോത്സവ് 2026 ഒന്നാം സമ്മാനമായ ഇന്നോവ ക്രിസ്റ്റ വാഹനത്തിന്റെ ഡിസ്പ്ലേ ലോഞ്ചിങ്ങിന് മഹാറാണി വെഡിംഗ് കളക്ഷനിൽ വെച്ച് നടന്നു. മഹാറാണി വെഡിംഗ് ഗ്രൂപ്പാണ് ഇന്നോവ ക്രിസ്റ്റ സ്പോൺസർ ചെയ്തിരിക്കുന്നത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പിളിൽ ഡിസ്പ്ലേയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വ്യാപാരോത്സവത്തിന് ഏറ്റവും നല്ല രീതിയിൽ സഹകരിക്കുകയും അതിനുവേണ്ടി നിരവധി ഓഫറുകളും ഒരുക്കിയ മഹാറാണി വെഡിംഗ് ഗ്രൂപ്പിന്റെ സഹകരണം മാതൃകാപരമാണെന്ന് സണ്ണി പൈമ്പിളിൽ പറഞ്ഞു. മഹാറാണി വെഡിംഗ് കളക്ഷൻസിന്റെ തിളക്കം തൊടുപുഴയിലെ ജനങ്ങളെ ഒന്നാകെ അമ്പരപ്പിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇപ്പോ ഈ ഒരു ഉപദ്രവം ചെയ്യുന്നില്ലെങ്കിൽ പോലും ഇന്നോവ ക്രിസ്റ്റയുടെ ഡെമോ വെഹിക്കിൾ ഇവിടെ പ്രദർശിപ്പിച്ചപ്പോ ഇവിടുത്തെ കോമ്പീറ്റന്റ് ആയിട്ടുള്ള വ്യാപാരശാലകൾക്ക് മാത്രമല്ല തൊടുപുഴയിലെ ഏതാണ്ട് എല്ലാ വ്യാപാരശാലകൾക്കും ചെറിയ അസൂയെങ്കിലും ഉണ്ടാവും. ആ കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ അസൂയ ഞങ്ങൾ കോമ്പറ്റീഷൻ ആയിട്ടാണ് കാണുന്നത്. ഒരു മത്സരാധിഷ്ഠിത വ്യാപാരമായിട്ട് ഞങ്ങൾ അതിനെ കാണുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ മഹാറാണി വെഡിംഗ് കളക്ഷൻസിന് ഇതൊരു വലിയ അനുഗ്രഹമാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഇത് സ്പോൺസർ ചെയ്ത റിയാസിന്റെയും ഈ സ്ഥാപനത്തിന്റെയും സഹകരണവും ഒരു വലിയ കാര്യമാണ്. ആ സഹകരണത്തിന് പ്രത്യേകമായി ആദ്യമേ തന്നെ നന്ദി പറയുന്നു. ഒപ്പം ഇതൊരു വലിയ സമ്മാന ഉത്സവം എന്ന് പറയുമ്പോൾ സമ്മാന പെരുമഴ എന്ന് പറയുന്നതായിരിക്കും ശരി. ഇടുക്കിയുടെ ഉത്സവം കൈ നിറയെ സമ്മാനം എന്നതാണ് ഞങ്ങൾ ഈ വ്യാപാരോത്സവത്തിലൂടെ ഉയർത്തുന്ന മുദ്രാവാക്യം. ഒന്നാം സമ്മാനം റിയാസ് തന്നെ പറഞ്ഞു, ഇന്നോവ ക്രിസ്റ്റ കാറ്. രണ്ടാം സമ്മാനം ബെമ്പർ സമ്മാനത്തോടൊപ്പം കൊടുക്കുന്നത് 5 മാരുതി ഓൾട്ടോ കാറുകളാണ്. ഇടുക്കി ജില്ലാ വ്യാപാരി വ്യവസായി ഏകോപന സമിതി നടത്തുന്ന വ്യാപാരോത്സവത്തിന് മഹാറാണി വെഡിംഗ് ഗ്രൂപ്പിന്റെ എല്ലാ തരത്തിലുമുള്ള സഹകരണം ഉണ്ടാകുമെന്ന് MD VA റിയാസ് അറിയിച്ചു. ഇതുവരെ ഇടുക്കി ജില്ല കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയൊരു വ്യാപാരോത്സവമാണ്. 5ഓളം ഓൾട്ടോ കാറുകളും ഇന്നോവ ക്രിസ്റ്റയും മറ്റനവധി സമ്മാനങ്ങളുമായി 1 കോടി രൂപയിൽ പരമുള്ള സമ്മാനങ്ങളാണ് ഈ സമ്മാന പദ്ധതിയിലൂടെ മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും ഇടുക്കി ജില്ലയുടെ വ്യാപാരത്തിന് ഇത് വലിയൊരു ഉണർവ് നൽകാൻ സാധിക്കും എന്ന് നമുക്ക് ഉറപ്പുണ്ട്. ധാരാളം ആളുകൾ ഇപ്പോൾ കസ്റ്റമേഴ്സൊക്കെ കൂപ്പൺസ് ചോദിച്ചു വാങ്ങിയും അത് അവർ പൂരിപ്പിച്ചിടുമ്പോൾ ഒരു ആവേശമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇത്തരം വലിയൊരു ബൃഹത്തായ പദ്ധതിക്ക് ഇങ്ങനെ ഒരു വലിയ ബൃഹത്തായ പദ്ധതി കൊണ്ടുവന്ന ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ ഭാരവാഹികൾക്കും ഇതിത്ര ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകുന്ന തൊടുപുഴ യൂണിറ്റിന്റെ ഭാരവാഹികൾക്കും പിന്നെ അതുപോലെ തന്നെ മഹാറാണി ഇത്ര സജീവമായിട്ട് ഈ പരിപാടിയുടെ ഭാഗമായി സഹകരിപ്പിക്കാൻ എടുത്ത ഒരു തീരുമാനത്തിനും വളരെ വലിയ നന്ദി മഹാറാണി ഓൾ ടീം മെമ്പേഴ്സിന്റെ ഭാഗത്ത് നിന്ന് അറിയിച്ചുകൊണ്ട് ഈ പരിപാടി ഒരു ഗംഭീര വിജയമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.
ഇടുക്കി ജില്ലയിലെ വ്യാപാര മാന്ദ്യം പരിഹരിക്കുന്നതിനു വേണ്ടി KVVES ജില്ലാ കമ്മിറ്റി നടപ്പാക്കുന്ന ഈ പദ്ധതിയിൽ സഹകരിക്കുന്നതിന് തനിക്ക് അതിയായ സന്തോഷമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ കേരള മിനി ഫുട്ബോൾ നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്ന അലിക്കുഞ്ഞ്, ആൽബിൻ എന്നീ കുട്ടികൾക്കുള്ള ധനസഹായം വിതരണം ചെയ്തു. വിദ്യാർത്ഥികള് നാഷണൽ കളിച്ച് വിജയശ്രീരായി വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. മർച്ചന്റ്സ് അസോസിയേഷൻ യൂണിറ്റ് പ്രസിഡന്റ് രാജു തെരണിയിൽ, ജില്ലാ ട്രഷറർ R. രമേശ്, നിയോജകമണ്ഡലം പ്രസിഡന്റ് NP ചാക്കോ, യൂണിറ്റ് ജനറൽ സെക്രട്ടറി CK നവാസ്, അനിൽ പീടികപ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. വൈസ് പ്രസിഡന്റ് ഷെരീഫ് സർഗം, ജോയിന്റ് സെക്രട്ടറി ഷിയാസ് MB, കമ്മിറ്റി അംഗങ്ങളായ ടോമി സെബാസ്റ്റ്യൻ, സന്തോഷ് കമൽ, CK ശിഹാബ്, റഹീം നാനോ, രഞ്ജിത്ത് റാംസ്, CK അൻവർ സാദത്ത്, പ്രകാശ് മാസ്റ്റർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ മന്ത്രി KV ഗണേഷ് കുമാർ നടത്തിയ പരാമർശം ഖേദകരമാണെന്നും പരാമർശം പിൻവലിച്ച് അദ്ദേഹം മാപ്പ് പറയണമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഉമ്മൻചാണ്ടി ആരുടെയും ജീവിതം തകർത്തിട്ടില്ലെന്നും കുടുംബകാര്യങ്ങൾ കൂടുതൽ പറയാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും സതീശൻ പറഞ്ഞു. ഡൽഹിയിൽ മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മന്ത്രി ഗണേഷ് കുമാർ അദ്ദേഹത്തിന്റെ ആ പ്രസ്താവന പിൻവലിച്ച് പൊതുസമൂഹത്തോട് മാപ്പ് പറയണമെന്നാണ് എന്റെ അഭ്യർത്ഥന. പൊതുസമൂഹത്തോട് മാപ്പ് പറയണം. ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന്റെ ജീവിതം തകർക്കാൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. അദ്ദേഹം ശ്രമിക്കുകയില്ല. അദ്ദേഹത്തെ എല്ലാവർക്കും അറിയാം. അദ്ദേഹം അത് കൂട്ടിച്ചേർക്കാനാണ് ശ്രമിച്ചത്. അത് വളരെ നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ് അന്ന് മന്ത്രിയായിരുന്ന ശ്രീ ഷിബു ബേബി ജോൺ. അദ്ദേഹത്തിന്റെ ഭാര്യ, ഞാൻ ഈ കുടുംബ വിഷയം പറയാൻ എനിക്ക് യാതൊരു താല്പര്യമില്ല. നിങ്ങൾ ചോദിച്ചുകൊണ്ടാണ്, ഉമ്മൻചാണ്ടിയെ പറഞ്ഞുകൊണ്ടാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്താണ് സംഭവം ഉണ്ടായത്. ദയവ് ഇത് കുടുംബ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ഞങ്ങൾക്കും ആഗ്രഹമില്ല. ഞാൻ ഒട്ടും ആഗ്രഹിക്കുന്ന ആളല്ല. അദ്ദേഹമായിട്ട് അങ്ങനെ വ്യക്തിപരമായ ഒരു അഭിപ്രായ വ്യത്യാസമൊന്നുള്ള ഒരാളല്ല. പക്ഷെ അദ്ദേഹം ഉമ്മൻചാണ്ടിക്കെതിരായി നടത്തിയ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണം. ഞാൻ പറയട്ടെ, ഫോട്ടോ മുഖ്യമന്ത്രിയുടെ കൂടെ ഫോട്ടോ ഇല്ലേ? ഞാൻ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ നിയോജകമണ്ഡലത്തിൽപ്പെട്ട ഒരാളല്ല. അന്ന് കള്ളനല്ലല്ലോ ഇയാള്. അത് എനിക്കറിയില്ല. അത് അദ്ദേഹത്തോട് നിങ്ങൾ ചോദിച്ചാൽ അദ്ദേഹം അതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരും. അത് ഡീറ്റെയിൽസ് പരിചയം ഉണ്ടാവുമെന്നേ. കോൺഫിഡൻസിലുള്ള ഒരാളാണെങ്കിൽ പരിചയം ഉണ്ടാവും. പക്ഷെ ഈ സ്വർണ്ണക്കൊള്ളയായിട്ട് എന്താ അടൂർ പ്രകാശന്? ഇത് ഗവൺമെന്റ് ഭരിക്കുമ്പോൾ LDFന്റെ ദേവസ്വം ബോർഡ് ഉള്ളപ്പോൾ LDF ഗവൺമെന്റ് ഉള്ളപ്പോൾ ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ളയല്ലേ? അതിനെന്താ ബാക്കിയുള്ളവരെ കണക്ട് ചെയ്യുന്നത്? അവർക്ക് എന്താ ബന്ധമുള്ളത്? അല്ല, കടകംപള്ളി അന്ന് ദേവസ്വം മന്ത്രിയാണ്. ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആണ്. ഇത്രയും പ്രധാനപ്പെട്ട ഒരു സംഭവം അവിടെ നടക്കുമ്പോൾ മന്ത്രി അറിഞ്ഞില്ല എന്ന് പറയാൻ പറ്റില്ല. മന്ത്രി അറിയണം. കടകംപള്ളി സുരേന്ദ്രൻ അന്ന് മന്ത്രിയായിരുന്ന ആളല്ലേ? അന്ന് ദേവസ്വം മന്ത്രിയായിരുന്ന ആളാ. പ്രശാന്ത് എന്ന് പറയുന്ന അന്നത്തെ ദേവസ്വം പ്രസിഡന്റും ഉൾപ്പെടെയുള്ള മെമ്പർമാര് കടകംപള്ളി സുരേന്ദ്രനായിട്ട് ആലോചിക്കാതെ ശബരിമലയിൽ ഇത്രയും നിർണായകമായ ഒരു തീരുമാനം എടുക്കൂല. ആ തീരുമാനത്തിലെല്ലാം അദ്ദേഹത്തിന് പങ്കുണ്ട്. അല്ല, ഞാൻ പറയണത് മനസ്സിലാക്കി. കടകംപള്ളിയെ ബന്ധപ്പെടുന്ന പോലെയല്ലല്ലോ ബാക്കിയുള്ളവരെ ബന്ധപ്പെടും. കടകംപള്ളിയുടെ ഫോട്ടോ അല്ലല്ലോ പ്രശ്നം. അദ്ദേഹം അന്ന് ഉത്തരവാദിത്തപ്പെട്ട പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുകയായിരുന്നു. അതാണ് പ്രശ്നം. കേരളത്തിന്റെ വികസനത്തിന് ഇന്നു മുതൽ പുതിയ ദിശാബോധമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേന്ദ്ര സർക്കാർ കേരളത്തിലെ ജനങ്ങൾക്കൊപ്പമാണ്. കേരളം രക്ഷപ്പെടണമെങ്കിൽ ഇടതു വലതു കൂട്ടുകക്ഷി ഭരണം അവസാനിപ്പിക്കണം. അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയമാണ് ഇവിടെ നടക്കുന്നതെന്നും മോദി കുറ്റപ്പെടുത്തി. പുത്തരിക്കണ്ടം മൈതാനത്തെ വേദിയിൽ കേരളത്തിനായി പുതിയതായി അനുവദിച്ച 3 അമൃത് ഭാരത് ട്രെയിനുകൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിന്റെ വികസനത്തിന് ഇന്നു മുതൽ പുതിയ ദിശാബോധമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേന്ദ്ര സർക്കാർ കേരളത്തിലെ ജനങ്ങൾക്കൊപ്പമാണ്. LDFന്റെയും UDFന്റെയും ചിഹ്നം രണ്ടാണെങ്കിലും അജണ്ട ഒന്ന് തന്നെയാണെന്ന് മോദി പറഞ്ഞു. കേരളം രക്ഷപ്പെടണമെങ്കിൽ ഇടത് വലത് കൂട്ടുകക്ഷി ഭരണം അവസാനിപ്പിക്കണം. അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയമാണ് ഇവിടെ നടക്കുന്നതെന്നും മോദി കുറ്റപ്പെടുത്തി. പുത്തരിക്കണ്ടം മൈതാനത്തെ വേദിയിൽ കേരളത്തിനായി പുതിയതായി അനുവദിച്ച 3 അമൃത് ഭാരത് ട്രെയിനുകൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു. കേരള की दशा और दिशा को बदलने का चुनाव है. जब केरला के फ्यूचर की बात आती है तो आपने अब तक 2 पक्ष ही देखे हैं. एक तरफ LDF और दूसरी तरफ UDF, और इन दोनों ने बारी बारी से केरला को तबाह किया है. लेकिन एक तीसरा पक्ष भी है. वो पक्ष डेवलपमेंट का है, गुड गवर्नेंस का है, बीजेपी NDA का है. LDF
और यूडीएफ के लोगों ने केरला को करप्शन, कुशासन और अपीजमेंट की खतरनाक राजनीति में झोंक दिया है. പ്രിയപ്പെട്ടവരെ, ഞാനൊരു കാര്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിന്റെ തലവരെയും ഭാവിയും മാറ്റാൻ പോകുന്ന തിരഞ്ഞെടുപ്പായിരിക്കും ഇത്തവണ നടക്കാൻ പോകുന്നത്. സാധാരണഗതിയിൽ കേരളത്തെ പറ്റി സംസാരിക്കുമ്പോൾ, കേരളത്തിന്റെ ഭാവിയെ പറ്റി പറയുമ്പോഴൊക്കെ നാം രണ്ടു പക്ഷത്തെ പറ്റി മാത്രമായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. രണ്ടു പക്ഷത്തെ മാത്രമായിരുന്നു നാം ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത്. ഒരു വശത്ത് ഇടതുപക്ഷം, മറുവശത്ത് വലതുപക്ഷം. ഇവർ രണ്ടുപേരും കൂടി കേരളത്തെ മാറി മാറി ഭരിച്ച് തകർത്തെറിഞ്ഞിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇനി മുതൽ മൂന്നാമതൊരു പക്ഷം കൂടിയുണ്ട്. ആ പക്ഷം വികസനത്തിന്റെ പക്ഷമാണ്, സദ്ഭരണത്തിന്റെ പക്ഷമാണ്, ഭാരതീയ ജനതാ പാർട്ടി നയിക്കുന്ന NDAയുടെ പക്ഷമാണ്. ഇടതു വലതു മുന്നണികൾ കേരളത്തെ അഴിമതിയിൽ, ദുർഭരണത്തിൽ, അപകടകരമായ പ്രീണന രാഷ്ട്രീയത്തിലൊക്കെ മുക്കി തകർത്ത് കളഞ്ഞിരിക്കുകയാണ്. LDF और UDF, इन दोनों के झंडे अलग है, सिंबल अलग है, लेकिन इनकी पॉलिटिक्स, इनका एजेंडा एक ही है. झंडा अलग है, एजेंडा एक है. फुल करप्शन, जीरो अकाउंटेबिलिटी, फुल कम्युनलिज्म, जीरो रिस्पॉन्सिबिलिटी. LDF और UDF को CPMന്റെയും കോൺഗ്രസിന്റെയും ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും പതാകകൾ ഒരുപക്ഷെ വ്യത്യസ്തമാകാം, ചിഹ്നം രണ്ടായിരിക്കാം, എന്നാൽ ഇവരുടെ രാഷ്ട്രീയം, ഇവരുടെ അജണ്ട ഒന്നു തന്നെയാണ്. ഒരു വശത്ത് ആരോടും കടപ്പാടില്ലാത്ത സമ്പൂർണ്ണ അഴിമതി, ആരോടും ഉത്തരവാദിത്തമില്ലാത്ത സമ്പൂർണ്ണ വർഗീയത. ഇവരെ രണ്ടുപേരും സാധാരണ ധരിക്കുന്നത് 5-10 വർഷം കാത്തിരുന്നാലും വീണ്ടും ഭരിക്കാൻ അവസരം കിട്ടുമെന്നാണ് രണ്ട് മുന്നണികളുടെയും പ്രതീക്ഷ. അതുകൊണ്ടാണ് നാളിതുവരെ നമ്മുടെ സംസ്ഥാനത്ത് ഭരണം മാറിയെങ്കിലും സംവിധാനം ഒന്നു തന്നെയായി ഇവിടെ നിലനിൽക്കുന്നത്. ഇനിയാണ് യഥാർത്ഥ അർത്ഥത്തിൽ ഒരു പുതിയ സർക്കാർ ഇവിടെ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ജനങ്ങൾക്കായുള്ള ഒരു സർക്കാർ, വികസനത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു സർക്കാർ ഇനി ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ആ ദൗത്യം ഭാരതീയ ജനതാ പാർട്ടി, ജനങ്ങൾക്ക് വേണ്ടിയുള്ള സർക്കാർ എന്ന ദൗത്യം ഭാരതീയ ജനതാ പാർട്ടി നിറവേറ്റുക തന്നെ ചെയ്യും. തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയ പ്രധാനമന്ത്രിയെ ഗവർണർ രാജേന്ദ്ര അർലേക്കറും മുഖ്യമന്ത്രി പിണറായി വിജയനും ചേർന്ന് സ്വീകരിച്ചു. റോഡ് ഷോയിലൂടെയാണ് വിമാനത്താവളത്തിൽ നിന്ന് പുത്തരിക്കണ്ടം മൈതാനത്തെ വേദിയിലേക്ക് പ്രധാനമന്ത്രി എത്തിയത്. സംസ്ഥാന സർക്കാരുകൾ തദ്ദേശ സ്വയംഭരണ വകുപ്പ് വഴി നടപ്പാക്കുന്ന പുസ്തക സമാഹരണ പദ്ധതിയായ അക്ഷരോന്നതിക്ക് തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്തിൽ തുടക്കമായി. നോവലിസ്റ്റും തിരക്കഥാകൃത്തുമായ മനു തൊടുവഴിയിൽ നിന്നും പുസ്തകങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് അൻഷാദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TC ജോബ് അധ്യക്ഷത വഹിച്ചു. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളിലും യുവജനങ്ങളിലും വായനാശീലം വളർത്തുന്നതിനും പഠനത്തിലും മത്സര പരീക്ഷകളിലും മികച്ച വിജയം നേടുന്നതിനും ഗുണമേന്മയുള്ള പുസ്തകങ്ങൾ ലഭ്യമാക്കുന്നതിലേക്കായി അക്ഷരോന്നതി എന്ന പേരിൽ സംസ്ഥാന സർക്കാർ തദ്ദേശ സ്വയംഭരണ വകുപ്പ് വഴി നടപ്പാക്കുന്ന പുസ്തക സമാഹരണ പദ്ധതിക്ക് തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്തിൽ തുടക്കമായി. നോവലിസ്റ്റും തിരക്കഥാകൃത്തുമായി മനു തൊടുവഴിയിൽ നിന്നും പുസ്തകങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് അൻഷാദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഈ പിന്നോക്കാവസ്ഥ മാറ്റിമറിക്കുവാൻ അല്ലെങ്കിൽ മാറ്റിയെടുക്കുവാൻ അവരുടെ ഇടങ്ങളിൽ നിന്ന് തന്നെ ഒരു മാറ്റം വരുത്തേണ്ടതാണ്. എങ്കിൽ മാത്രമാണ് നമുക്ക് സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് അവരെ കൈപിടിച്ച് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കേരളീയ സമൂഹത്തിൽ ഇന്നലകളിൽ നവോത്ഥാന നായകർ സാമൂഹിക മാറ്റത്തിനുള്ള സംഭാവനകൾ ചെയ്തിട്ടുള്ളതെല്ലാം ഓരോ നവോത്ഥാന നായകന്മാരും അവരുടെ ഇടങ്ങളിൽ അവരുടെ സമുദായങ്ങൾക്കിടയിൽ നടത്തിയിട്ടുള്ള വിപ്ലവകരമായ പോരാട്ടങ്ങളിലൂടെയാണ് അതിൻ്റെ നേട്ടം കേരളീയ പൊതുസമൂഹത്തിന് ലഭിച്ചിട്ടുള്ളത്. അത്തരത്തിൽ അവരുടെ ഇടങ്ങളിൽ അവരെ പ്രാപ്തരാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് അവർക്കിടയിലുള്ള വായനാ ശീലവും അതോടൊപ്പം തന്നെ അവർക്ക് കൂടുതലായിട്ടുള്ള അറിവുകളും നൽകിക്കൊണ്ട് അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക എന്നുള്ള കാര്യം ഈ അക്ഷരോന്നതി പരിപാടിയിലൂടെ വളരെ കാര്യമായി നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത്.
ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TC ജോബ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജോസുകുട്ടി ജോസഫ്, ഷൈനി ഷാജി, താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് ജോർജ് അഗസ്റ്റിൻ, സെക്രട്ടറി VV ഷാജി, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ബിന്ദു CN, അസിസ്റ്റന്റ് സെക്രട്ടറി സിയ TE, പട്ടികജാതി വികസന ഓഫീസർ സജിത D, RGSA കോർഡിനേറ്റർ ചിത്ര അജിത്ത് എന്നിവർ സംസാരിച്ചു. ബ്ലോക്ക് പരിധിയിൽ വരുന്ന പഞ്ചായത്ത് ഓഫീസുകൾ, തൊടുപുഴ സിവിൽ സ്റ്റേഷൻ, മുനിസിപ്പൽ ഓഫീസ്, മറ്റ് ഓഫീസ് സമുച്ചയങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം സജ്ജീകരിക്കുന്ന പുസ്തക ശേഖരണ ബോക്സുകളിൽ എല്ലാവരും പുസ്തകങ്ങൾ നിക്ഷേപിച്ച് പദ്ധതിയുമായി സഹകരിക്കണമെന്ന് ബ്ലോക്ക് പ്രസിഡന്റ് അഭ്യർത്ഥിച്ചു. ശേഖരിക്കുന്ന പുസ്തകങ്ങൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ ഉന്നതികളിലും ഹോസ്റ്റലുകളിലും വിജ്ഞാനവാടികളിലും പഠനമുറികളിലും സജ്ജീകരിക്കുന്ന പ്രത്യേക ലൈബ്രറികൾക്ക് കൈമാറുന്നതാണ് പദ്ധതി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊഴിലുറപ്പ് പദ്ധതി കേന്ദ്ര സർക്കാർ അട്ടിമറിക്കുന്നുവെന്ന് ഗാന്ധി ദർശൻ വേദി. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റി പദ്ധതി അട്ടിമറിക്കുവാനുള്ള കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ ഗാന്ധി ദർശൻ വേദി ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ നടത്തി. ഗാന്ധി ദർശൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വണ്ണപ്പുറം ഗാന്ധി സ്ക്വയറിൽ സംഘടിപ്പിച്ച ധർണ വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസഫ് അറക്കത്തോട്ടം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ചെയർമാൻ ജോർജ് ജോൺ അധ്യക്ഷത വഹിച്ചു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റി പദ്ധതി അട്ടിമറിക്കുവാനുള്ള കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ ഗാന്ധി ദർശൻ വേദി ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ നടത്തി. രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ ഓർമ്മ പോലും ഇല്ലാതാക്കുവാൻ ശ്രമമാണ് സർക്കാരിന്റേത്. ലോകത്തെ ബൃഹത്തായും ഫലപ്രദവുമായ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയെന്ന് ലോകബാങ്ക് പോലും അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ള തൊഴിലുറപ്പ് പദ്ധതിയാണ് കേന്ദ്ര ഗവൺമെന്റ് ഇല്ലാതാക്കുന്നതെന്നും ഗാന്ധി ദർശൻ വേദി കുറ്റപ്പെടുത്തി. ഗാന്ധി ദർശൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വണ്ണപ്പുറം ഗാന്ധി സ്ക്വയറിൽ സംഘടിപ്പിച്ച ധർണ വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസഫ് അറക്കത്തോട്ടം ഉദ്ഘാടനം ചെയ്തു. മഹാത്മാഗാന്ധിജിക്ക് ഒരു സ്വപ്നമുണ്ടായിരുന്നു. ആ സ്വപ്നമാണ് ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിൽ വസിക്കുന്നു എന്നുള്ളത്. ആ ഗ്രാമങ്ങളിലെ ജനങ്ങൾക്ക് 100 ദിവസത്തെ തൊഴിൽ ലഭ്യമാക്കിക്കൊണ്ട് സാധാരണക്കാരായ പാവപ്പെട്ട, പ്രത്യേകിച്ച് സ്കില്ലൊന്നുമില്ലാത്ത അൺസ്കിൽഡ് പീപ്പിൾ എന്ന് പറയും, അങ്ങനെയുള്ളവർക്ക് 100 ദിവസത്തെ തൊഴിൽ ലഭ്യമാക്കിക്കൊണ്ട് അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് അവരെ സാമ്പത്തികമായി മുന്നോട്ട് കൊണ്ടുപോവുക, അവരുടെ ദാരിദ്ര്യം മാറ്റുക, അവരുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുക, അങ്ങനെ സമൂഹത്തിൽ വളരെ വ്യക്തമായിട്ടുള്ള ഒരു വികസനം ഘട്ടം ഘട്ടമായിട്ട് വരുത്തുന്ന ഒരു പദ്ധതിയാണ് ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. ജില്ലാ ചെയർമാൻ ജോർജ് ജോൺ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് ആൽബർട്ട് ജോസ്, TJ പീറ്റർ, G സുദർശൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുബൈദ സുബൈർ, പഞ്ചായത്ത് അംഗങ്ങളായ അനീഷ് കിഴക്കേൽ, ഷൈനി സന്തോഷ്, TU ജോസ്, ജോർജ് അഗസ്റ്റിൻ, KG ശിവൻ, PL ജോസ്, രാമകൃഷ്ണൻ വൈക്കത്ത്, TA ബാബു, സെബാസ്റ്റ്യൻ കൊച്ചടിവാരം, തൊഴിലുറപ്പ് തൊഴിലാളി പ്രതിനിധി സൗമ്യ സുനിൽ, ബാബു വാഴവര, രാജു നാടുകാണി, PM ജോർജ്, TK ഹംസ, സിബി നെടുമരുതും ചാലിൽ, ജോൺസൺ കൊടിക്കുത്തിയാനി, AM അബ്ദുൽ ഖാദർ തുടങ്ങിയവർ സംസാരിച്ചു. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സാന്നിധ്യത്തിൽ ഗാന്ധി പ്രതിമയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജോസഫ് അറക്കത്തോട്ടം ഹാരാർപ്പണം നടത്തി. ന്യൂസ് ബ്യൂറോ, വണ്ണപ്പുറം. ജനുവരി 26 റിപ്പബ്ലിക് ദിനത്തിൽ PDP ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭരണഘടനാ സംരക്ഷണ സംഗമം നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പാർട്ടി സംസ്ഥാന വൈസ് ചെയർമാൻ മാഹിൻ ബാദുഷാ മൗലവി ഉദ്ഘാടനം ചെയ്യും. PDP ഇടുക്കി ജില്ലാ പ്രസിഡന്റ് KA കബീർ അധ്യക്ഷത വഹിക്കും. PDP കേന്ദ്ര കമ്മിറ്റി അംഗം നജീബ് കളരിക്കൽ, ജില്ലാ സെക്രട്ടറി നസീർ ആനച്ചാൽ, തൊടുപുഴ മണ്ഡലം പ്രസിഡന്റ് ജലീൽ ഉടമ്പന്നൂർ ഉൾപ്പെടെയുള്ളവർ സംസാരിക്കും. മുതലക്കോടം സേക്രഡ് ഹാർട്ട്സ് ഗേൾസ് ഹൈസ്കൂളിന്റെ വാർഷികവും അധ്യാപക രക്ഷകർത്തൃ ദിനവും ആഘോഷിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനം PG ജോസഫ് MLA നിർവഹിച്ചു. ഫിയസ്റ്റ 2026 എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പ്രതിഭകൾക്ക് ആദരവും യാത്രയയപ്പും നൽകി. ഇടുക്കി ജില്ലയിലെ മികച്ച സ്കൂളുകളിൽ ഒന്നായ മുതലക്കോടം സേക്രഡ് ഹാർട്ട് ഗേൾസ് ഹൈസ്കൂളിന്റെ 77ാം സ്കൂൾ വാർഷികവും രക്ഷകർത്തൃ ദിനവും സംഘടിപ്പിച്ചു. ഫിയസ്റ്റ 2026 എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയുടെ ഉദ്ഘാടനം PJ ജോസഫ് MLA നിർവഹിച്ചു. പാഠപുസ്തകത്തിലുള്ള കാര്യങ്ങൾ മാത്രം പഠിക്കാനില്ല, അധ്യാപകരുടെ ഭാഗത്തും കുട്ടികൾക്ക് അറിയാനുള്ള കാര്യങ്ങൾ അവർക്ക് പഠിപ്പിക്കാൻ വേണ്ടി ഏതായാലും ഈ വിദ്യാലയം എല്ലാ മേഖലകളിലും ഒരു ഉയർന്നമാണ് മുമ്പോട്ട് മുന്നോട്ട് പോകുന്ന വിദ്യാലയമായി കാണുന്നു. പഠിത്തരുന്ന വിദ്യാർത്ഥികൾ വീടിൽ നാടും കൊള്ളാവുന്നവർ, നന്മ ചെയ്യാൻ വേണ്ടുന്നവരായി മാറട്ടെ. പല ജോലികളിലും പോകുന്നവരുണ്ടാവും. ഏത് മേഖലയിൽ പോയാലും അവിടെയെല്ലാം സമശിഷ്ടങ്ങളെപ്പറ്റി ശ്രദ്ധയുള്ളവരാകും. അവർക്ക് വേണ്ടി നല്ലത് ചെയ്യും. ഏറ്റെടുക്കുന്ന ജോലികൾ ശരിയായ രീതിയിൽ ഉപയോഗിക്കുക, ആത്മബോധത്തോടുകൂടി കഴിവുകൾ തീരട്ടെ എന്ന് ആശംസിക്കുന്നു. സ്കൂളിൽ നിന്ന് വിരമിക്കുന്ന HM സുനി M കുര്യൻ, ഓഫീസ്
അറ്റൻഡന്റ് ലിസമ്മ ജോസഫ് എന്നിവർക്ക് യാത്രയയപ്പ് നൽകി. കോതമംഗലം കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസി സെക്രട്ടറി റവറൻ ഫാദർ മാത്യു മുണ്ടക്കൽ യാത്രയയപ്പ് സന്ദേശം നൽകി. TV റിയാലിറ്റി ഷോകളിലൂടെ പ്രസിദ്ധയായ ഗായിക വൈഗ ലക്ഷ്മി മുഖ്യാതിഥിയായി പങ്കെടുത്തു. പരിപാടിയിൽ പാഠ്യേതര വിഷയങ്ങളിൽ മികവ് നേടിയ വിദ്യാർത്ഥിനികളെ ആദരിച്ചു. തൊടുപുഴ DEO ഷീബ മുഹമ്മദ്, മുനിസിപ്പൽ കൗൺസിലർ അഡ്വക്കേറ്റ് ജോമോൻ ഉൽഹനാൻ, സ്കൂൾ മാനേജർ റവറൻ ഫാദർ സെബാസ്റ്റ്യൻ ആരോലിച്ചാലിൽ, സ്റ്റാഫ് സെക്രട്ടറി മരിയറ്റ് ജോസ്, PTA പ്രസിഡന്റ് ജിൽസൺ പീറ്റർ, MPTA പ്രസിഡന്റ് ഷെറിൻ ബെന്നി തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കുടുംബശ്രീ ഇടുക്കി ജില്ലാ മിഷന്റെയും തൊടുപുഴ നഗരസഭ CDSന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ആരംഭിച്ച ടേക്ക് എവേ പാഴ്സൽ കൗണ്ടർ പ്രവർത്തനം ആരംഭിച്ചു. മുനിസിപ്പൽ ടൗൺ ഹാളിനോട് ചേർന്ന് സജ്ജീകരിച്ചിരിക്കുന്ന കൗണ്ടറിന്റെ ഉദ്ഘാടനം നഗരസഭ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PA ഷാഹുൽ ഹമീദ് നിർവഹിച്ചു. പ്രഭാത ഭക്ഷണം, ഉച്ചയൂണ്, അത്താഴം എന്നിവയ്ക്ക് പുറമെ വിപണിയിൽ ഏറെ ആവശ്യക്കാരുള്ള ബ്രോസ്റ്റഡ് ചിക്കൻ വിഭവങ്ങളും ഇവിടെ നിന്ന് മിതമായ നിരക്കിൽ പാഴ്സലായി ലഭ്യമാണ്. അലുമിനിയം ലേബർ കോൺട്രാക്ട് അസോസിയേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അലുമിനിയം വിലവർദ്ധനവിനെതിരെ പ്രതിഷേധം നടത്തി. ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ജില്ലാ ജനറൽ സെക്രട്ടറി അനിൽ നാനോ, ജില്ലാ പ്രസിഡന്റ് MM കുഞ്ഞുമോൻ, തൊടുപുഴ മേഖലാ പ്രസിഡന്റ് KS സുരേഷ്, തൊടുപുഴ മേഖലാ സെക്രട്ടറി MH അൻസാർ തുടങ്ങിയവർ സംസാരിച്ചു. അലുമിനിയം ലേബർ കോൺട്രാക്ട് അസോസിയേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അലുമിനിയം വിലവർദ്ധനവിനെതിരെ പ്രതിഷേധിച്ചു. ലക്ഷക്കണക്കിന് യുവാക്കൾ തൊഴിലെടുത്ത് ഉപജീവനം നടത്തുന്ന ഈ മേഖലയിൽ അലുമിനിയം ഉൽപ്പന്നങ്ങളുടെ വിലവർദ്ധനവ് മൂലം തൊഴിൽ ചെയ്യാൻ സാധിക്കുന്നില്ലെന്ന് ഭാരവാഹികൾ പറഞ്ഞു. അലുമിനിയം ഉൽപ്പന്നങ്ങളുടെ ദിനം പ്രതിയുള്ള വില ലഭ്യമാകാത്തതുമൂലം ഫാബ്രിക്കേഷൻ വർക്ക് എടുക്കുന്ന തൊഴിലാളികൾക്ക് അവരെടുത്ത വർക്ക് നഷ്ടത്തിൽ പൂർത്തീകരിക്കുന്നത് മൂലം പുതിയ തലമുറക്കാർ ആരും തന്നെ ഈ മേഖലയിലേക്ക് കടന്നു വരുന്നില്ല. വിലവർദ്ധനവ് മൂലം കൃത്യമായ സമയങ്ങളിൽ കൃത്യമായ വില നിർദ്ദേശിച്ചുകൊണ്ട് റേറ്റും കൊടുത്തുകൊണ്ട് ഉപഭോക്താവിന് നമുക്ക് കൃത്യമായിട്ട് സമയങ്ങളിൽ വർക്ക് ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യമാണ് ഇന്നുള്ളത്. കൃത്യമായ വില പട്ടിക ഇത് സപ്ലൈ ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ നിന്നും നമുക്ക് കിട്ടാത്തത് മൂലം യഥാർത്ഥ വില നൽകിക്കൊണ്ട് ഉപഭോക്താവിന് ഫാബ്രിക്കേഷൻ വർക്കുകൾ ചെയ്തു കൊടുക്കാൻ സാധിക്കാത്ത രീതിയിലാണ് ഇന്ന് സംഘടന നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. സംഘടനയിലെ മെമ്പർമാർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. നാൽക്കോ എന്ന സംഘടനയാണ് ഈ അലുമിനിയം ഉൽപ്പന്നങ്ങളുടെ വില നിയന്ത്രിക്കുന്നത്. ഈ അലുമിനിയം മേഖലയെ നശിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി, അല്ലെങ്കിൽ ഇത്രയും വരുന്ന തൊഴിലാളികളുടെ അന്നം മുട്ടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഈ ഇതിന്റെ കുത്തക മുതലാളിമാർ, നാൽക്കോ പോലുള്ള സംഘടനയിലെ കുത്തക മുതലാളിമാരുടെ അലുമിനിയം മെറ്റീരിയലിന് ദൈനംദിനം വില വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചെറുകിട തൊഴിലാളികൾക്കും മറ്റു കാര്യങ്ങൾക്കും അവരുടെ തൊഴിലിന് ദോഷം വരുന്ന രീതിയിലേക്ക് ഇതിന്റെ വില പോകുന്നു. അവരുടെ അന്നം പൊട്ടുന്ന രീതിയിലേക്ക് ഇതിന്റെ വില വർധന വർദ്ധിച്ചു വരുന്നു. അപ്പോൾ ശരിയായ രീതിയിൽ തൊഴിൽ ചെയ്യുന്നതിനും ഇതിന്റെ കൊട്ടേഷൻ പറയുന്നതിനും മറ്റു കാര്യങ്ങൾക്കൊന്നും ഈ മേഖലയിൽ പണിയെടുക്കുന്ന ആളുകൾക്ക് സാധിക്കുന്നില്ല. അപ്പോൾ കേരളത്തിൽ
കേരളത്തിലെ ഏറ്റവും വലിയ സംഘടനയായ ഈ ഫാബ്രിക്കേഷൻ രംഗത്തെ ഏറ്റവും വലിയ സംഘടനയായ അലുമിനിയം ലേബർ കോൺട്രാക്ട് അസോസിയേഷൻ ഇന്നേ ദിവസം എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലൂടെയും പ്രതിഷേധ ധർണകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ഇടുക്കി ജില്ലാ കമ്മിറ്റിയും ഇതിൻ്റെ ഒരു ധർണ സംഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ജനങ്ങളിലേക്ക് ഇതിൻ്റെ വില വർധനവുകൾ കൃത്യമായി എത്തുകയും കടകളിൽ കൂടെ സ്വർണം വെള്ളി എന്ന മറ്റ് ലോഹങ്ങളുടെ വില പ്രദർശിപ്പിക്കുന്ന പോലെ അലുമിനിയം മെറ്റീരിയലുകളുടെ വില പ്രദർശിപ്പിക്കാനുള്ള ഒരു നടപടി സർക്കാരിൽ നിന്നുണ്ടായി ഞങ്ങളുടെ പ്രതിസന്ധിയെ പരിഹരിക്കണമെന്നാണ് ഇടുക്കി ജില്ലാ കമ്മിറ്റിക്ക് ഇതിനോടകം ഗവൺമെന്റിനോട് അല്ലെങ്കിൽ ഇതിന്റെ പ്രതിനിധികളോട് നമുക്ക് ആവശ്യപ്പെടാനുള്ളത്. നാൽക്കോ എന്ന ഏജൻസിയാണ് അലുമിനിയം ഉൽപ്പന്നങ്ങളുടെ വില നിയന്ത്രിക്കുന്നത്. അലുമിനിയത്തിന്റെ വിലയും വിൽപ്പനശാലകളിൽ പ്രദർശിപ്പിക്കണമെന്ന് ആൽക്ക ഇടുക്കി ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. ഇടുക്കി ജില്ലയിലെ അലുമിനിയം ലേബർ കോൺട്രാക്ട് അസോസിയേഷൻ ഇടുക്കി ജില്ലയിലെ വിലവർദ്ധനവിനെതിരായിട്ട് പ്രതിഷേധിക്കുകയാണ്. ഇടുക്കി ജില്ലയിലെ അലുമിനിയം ലേബർ കോൺട്രാക്ട് അസോസിയേഷനിൽപ്പെട്ടവരും ഇടുക്കി ജില്ലയിലെ അലുമിനിയം തൊഴിൽ ചെയ്യുന്നവരും എല്ലാവരും കൂടി ഒരു 60 പേർ കൂടി തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണ് ഈ ഇടുക്കി അലുമിനിയം. ആ പ്രസ്ഥാനത്തിൽ 60ഓളം ഫാബ്രിക്കേറ്റേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. ഈ പ്രസ്ഥാനം തുടങ്ങിയപ്പോൾ 250 രൂപയുണ്ടായിരുന്ന വില ഇന്നിപ്പോൾ വിൽക്കുന്നത് 500 രൂപയ്ക്കും 550 രൂപയ്ക്കുമാണ്. ക്രമാതീതമായ ഈ വിലവർദ്ധനവ് മൂലം ഇവിടെ 60ഓളം മെമ്പേഴ്സ് വർക്ക് ചെയ്തുകൊണ്ട് സാധനങ്ങൾ മേടിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ അതിൻ്റെ പകുതിയായി ചുരുങ്ങിയിരിക്കുകയാണ്. അലുമിനിയത്തിൻ്റെ ഈ ക്രമാതീതമായ വിലവർദ്ധനവ് നമ്മുടെ ഈ മേഖലയെ മുഴുവൻ തകർത്ത് കളഞ്ഞിരിക്കുകയാണ്. വിലവർദ്ധനവിനെ തുടർന്ന് ആൽക്ക ഓൾ ഇന്ത്യ മാനുഫാക്ചേഴ്സ് അസോസിയേഷനുമായി ചർച്ച നടത്തുകയും ചെയ്തു. ആൽക്ക എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ നടത്തിവരുന്ന വിലവർദ്ധനവ് മൂലം ഈ മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ ജില്ലാ കമ്മിറ്റി ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതായാണ് പ്രതിഷേധം നടത്തിയത്. ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ജില്ലാ ജനറൽ സെക്രട്ടറി അനിൽ നാനോ, ജില്ലാ പ്രസിഡന്റ് MM കുഞ്ഞുമോൻ, തൊടുപുഴ മേഖലാ പ്രസിഡന്റ് KS സുരേഷ്, തൊടുപുഴ മേഖലാ സെക്രട്ടറി MH അൻസാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കോതമംഗലം ഈസ്റ്റ് ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പിണ്ടിമന ഗവൺമെന്റ് UP സ്കൂളിൽ പുസ്തക കോർണർ ആരംഭിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് ചെറുവട്ടൂർ നാരായണൻ ഉദ്ഘാടനം നിർവഹിച്ചു. പെൻഷനേഴ്സ് യൂണിയൻ ബ്ലോക്ക് പ്രസിഡന്റ് CV ജേക്കബ് അധ്യക്ഷത വഹിച്ചു. നിരവധി വ്യക്തികൾ യോഗത്തിൽ പങ്കെടുത്തു. യോഗത്തിൽ വെച്ച് 250 പുസ്തകങ്ങളും ഒരു അലമാരയും സ്കൂളിന് കൈമാറി. അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ശാസ്ത്ര സാങ്കേതിക യുഗത്തിൽ വിദ്യാർത്ഥികളെ വായനയുടെ ലോകത്തേക്ക് വഴിതിരിച്ചു വിടുന്നതിനും വായനയിലൂടെ അറിവിന്റെ ലോകം പടുത്തുയർത്താനും ലക്ഷ്യമിട്ടുകൊണ്ട് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കോതമംഗലം ഈസ്റ്റ് ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പിണ്ടിമന ഗവൺമെന്റ് UP സ്കൂളിൽ പുസ്തക കോർണർ ആരംഭിച്ചു. പെൻഷനേഴ്സ് യൂണിയൻ ബ്ലോക്ക് പ്രസിഡന്റ് CV ജേക്കബിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് ചെറുവട്ടൂർ നാരായണൻ ഉദ്ഘാടനം നിർവഹിച്ചു. അധ്യാപകരും വിദ്യാർത്ഥികളും മാതാപിതാ അത് കഴിഞ്ഞാൽ ഗുരുവാണ്. മാതാവിനെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. മാതാവിനോടാണ് നിങ്ങൾ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നത്. ഒരു കുട്ടിയുടെ വളർച്ചയിലെ പ്രാധാന്യം അവർക്ക് കൊടുക്കുന്ന എല്ലാ നിർദ്ദേശങ്ങളും അവരെ ഏത് രീതിയിൽ വളർത്തണമെന്ന് തീരുമാനിക്കുന്നത് മാതാവാണ്. ബ്ലോക്ക് സെക്രട്ടറി KK മണിലാൽ പ്രസംഗിച്ചു. സ്കൂൾ ഹെഡ് മിസ്ട്രസ് ലിജി V പോൾ സ്വാഗതവും പിണ്ടിമന യൂണിറ്റ് സെക്രട്ടറി MN സദാശിവൻ നന്ദിയും രേഖപ്പെടുത്തി. യോഗത്തിൽ വെച്ച് 250 പുസ്തകങ്ങളും ഒരു അലമാരയും സ്കൂളിന് കൈമാറി. യൂണിയൻ ബ്ലോക്ക് ഭാരവാഹികളായ PN നാരായണൻ നായർ, TS രാജു, SMC അംഗം MV കുര്യാക്കോസ്, പിണ്ടിമന യൂണിറ്റ് അംഗങ്ങൾ, ബ്ലോക്ക് കമ്മിറ്റി അംഗങ്ങൾ, അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. കരിങ്കുന്നം സെന്റ് അഗസ്റ്റിൻസ് ക്നാനായ കത്തോലിക്ക പള്ളിയിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാളിന് കൊടിയേറി. പള്ളി വികാരി ഫാദർ ജെയിംസ് വടക്കേക്കണ്ടംകരയിൽ കൊടിയേറ്റ് നിർവഹിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ സൈബിൻ മരോട്ടിക്കൂട്ടത്തിൽ, ഫാദർ ബൈജു പെരുവക്കുന്നേൽ എന്നിവർ നേതൃത്വം നൽകി. മേഘങ്ങളെ വാഹനമാക്കി കാറ്റിന്റെ ചിറകുകളിൽ സഞ്ചരിക്കുന്ന ബലവാനായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. അങ്ങയുടെ മഹത്വത്തിനും വിശുദ്ധരുടെ ബഹുമാനത്തിനുമായി ഞങ്ങൾ ഉയർത്തുന്ന ഈ പതാക പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആശീർവദിക്കണമേ. ഈ പതാക വണങ്ങുന്നവർക്കെല്ലാം അങ്ങയുടെ സഹായം ലഭിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
കർത്താവാം മിശിഹാതൻ കാരുണ്യവോ താതനാം ദൈവത്തിൻ സംപ്രീതിയും പരിശുദ്ധാത്മാവിൻ സഹവാസവും കഴിഞ്ഞ ദിവസം നിര്യാതനായ പാലാരൂപത വൈദികൻ ഫാദർ ഇമാനുവൽ വരിക്കമാക്കലിന്റെ സംസ്കാരം ഇളന്തോട്ടം സെന്റ് ആന്റണി ദി ആബർട്ട് പള്ളി സെമിത്തേരിയിൽ നടന്നു. വസതിയിലും പള്ളിയിലും നിരവധി ആളുകൾ ആദരാഞ്ജലികൾ അർപ്പിച്ചു. മൂലമറ്റം, ഇലപ്പള്ളി, പായസ്മൗണ്ട്, കാക്കൂർ, കാക്കൊമ്പ്, അറക്കുളം, പഴയപള്ളി, വെള്ളിയാമറ്റം പള്ളികളിലും കല്യാൺ രൂപതയിൽ 10 വർഷവും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ഒപ്പം അദ്ദേഹം സാധാരണക്കാരോട്, കർഷകരോട്, തൊഴിലില്ലാത്തവരോടെല്ലാം വളരെ അടുപ്പം കാണിക്കുകയും അവരെ സംഘടിപ്പിക്കുകയും അവരുടെ ഉന്നമനത്തിനു വേണ്ടി ശുശ്രൂഷ ചെയ്ത എല്ലാ സ്ഥലങ്ങളിലും അച്ഛനെ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അച്ഛൻ നിരവധിയായ ടാലന്റുകൾ സ്വീകരിച്ച വ്യക്തിയാണ്. നാടകം, സംഗീത കച്ചേരികൾ, ചെണ്ടമേളം, ബാൻഡ് സെറ്റ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം അച്ഛൻ തന്നെ പഠിക്കുകയും അച്ഛനത് പാടിയും കൊട്ടിയും അഭിനയിച്ചുമൊക്കെ കച്ചേരികൾ രൂപീകരിക്കുകയും മറ്റ് ഇടവകകളിൽ കലാരൂപങ്ങളുമായിട്ട് എത്തുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. ഏറ്റവും അവസാനമായിട്ട് നമ്മളുടെ മേജർ അസംബ്ലി സഭയുടേത് പാലായിൽ പാസ്റ്ററൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്നപ്പോഴും കലാപരിപാടികളുമായിട്ട് കുട്ടികളെയും കൊണ്ട് അച്ഛൻ അതിനും വന്നിരുന്നു. വൈദിക കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ അച്ഛനെന്നും ശ്രദ്ധിച്ചിരുന്നു. അത് പ്രസ്ബിറ്റേറിയമാണെങ്കിലും അച്ഛന്മാരുടെ മന്ത്ലി റിക്കളക്ഷൻസ് ആണെങ്കിലും റീജിയണൽ സമ്മേളനങ്ങളാണെങ്കിലും അതൊന്നുപോലും ഒഴിവാകാതെ ആർക്കെങ്കിലും മടിപിടിച്ചിരിപ്പുണ്ടെങ്കിൽ അവരെയും കൂടെ കൂട്ടി കൊണ്ടുവരുന്ന വലിയൊരു സന്തോഷകരമായ പ്രവൃത്തി അച്ഛനെന്നും അവസാന നാളുവരെയും ചെയ്തിരുന്നു.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇടുക്കി ജില്ലയിൽ നടന്നുവരുന്ന വ്യാപാരോത്സവ 2026 ഒന്നാം സമ്മാനമായ ഇന്നോവ ക്രിസ്റ്റ വാഹനത്തിന്റെ ഡിസ്പ്ലേ ലോഞ്ചിംഗ് നടന്നു. വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പിളിൽ ഉദ്ഘാടനം നിർവഹിച്ചു. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ മന്ത്രി KV ഗണേഷ് കുമാർ നടത്തിയ പരാമർശം ഖേദകരമാണെന്നും പരാമർശം പിൻവലിച്ച് അദ്ദേഹം മാപ്പ് പറയണമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കേരളത്തിന്റെ വികസനത്തിന് ഇന്നു മുതൽ പുതിയ ദിശാബോധമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളം രക്ഷപ്പെടണമെങ്കിൽ ഇടതു വലതു കൂട്ടുകക്ഷി ഭരണം അവസാനിപ്പിക്കണമെന്നും മോദി കുറ്റപ്പെടുത്തി. പുത്തരിക്കണ്ട മൈതാനത്തെ വേദിയിൽ കേരളത്തിനായി പുതിയതായി അനുവദിച്ച 3 അമൃത് ഭാരത് ട്രെയിനുകൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന സർക്കാർ തദ്ദേശ സ്വയംഭരണ വകുപ്പ് വഴി നടപ്പാക്കുന്ന പുസ്തക സമാഹരണ പദ്ധതിയായ അക്ഷരോന്നതിക്ക് തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്തിൽ തുടക്കമായി. നോവലിസ്റ്റും തിരക്കഥാകൃത്തുമായ മനു തൊടുവഴിയിൽ നിന്നും പുസ്തകങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് അൻഷാദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. മുതലക്കോടം സേക്രഡ് ഹാർട്സ് ഗേൾസ് ഹൈസ്കൂളിന്റെ വാർഷികവും അധ്യാപക രക്ഷകർതൃ ദിനവും ആഘോഷിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനം PG ജോസഫ് MLA നിർവഹിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.